അപ്പം പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കറി ചെയ്യുന്നത് നമ്മൾ കുക്കറിലാണ്. കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ കറി വയ്ക്കുന്നത് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ്. അതിലേക്ക് 6 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള 3 പച്ചമുളകും കൂടെ ചേർക്കണം. പച്ചമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 3 വലിയ സവോള അരിഞ്ഞതും കൂടെയാണ്. ഈ സവോള നമ്മൾ വഴറ്റി എല്ലാ കറിയും ചെയ്യുന്നത് പോലെ അധികം നേരം ഇട്ട് വഴറ്റുകയൊന്നും വേണ്ട. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ സവോള വഴറ്റി അധികം നമ്മൾ സമയമൊന്നും കളയണ്ട. സവോളയും തക്കാളിയൊക്കെ വഴറ്റി സമയമൊന്നും കളയാതെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 4 വിസിൽ അത്രയും മതി. സവോളയൊന്നും വെന്ത് നല്ല ഉടഞ്ഞ് രീതിയിൽ നമുക്കിത് കിട്ടും. ഈ സവോള വേകുന്ന സമയത്ത് നമ്മൾ ഇനി ചെയ്തെടുക്കേണ്ടത് ഒരു അരപ്പാണ്. അതിലേക്ക് ഒരു അരമുറി തേങ്ങയും ഒരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട, ഒരു ഏലയ്ക്ക, ഒരു ഗ്രാമ്പു, ഇനി ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകവും കൂടെയാണ്. അതും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സവോള അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ സവോള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഇനി നമ്മൾ പൊടികൾ ചേർക്കാൻ പോവുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് അടുത്തത് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ചെറിയ തീയിൽ വയ്ക്കുമ്പോഴത്തേക്കും അതിന് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരും. ഇനി അടുത്തത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ആ തക്കാളി വേകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കുന്നത് അരപ്പാണ്. നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതും കൂടെ ചേർത്ത് അരപ്പ് കഴുകിയ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നല്ലൊരു മുട്ടക്കറിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായത് മുട്ടയാണ്. അതിനൊരു 5 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 5 മുട്ടയും നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വരഞ്ഞ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ മസാലയെല്ലാം മുട്ടയിൽ നല്ലപോലെ പിടിക്കും. ഈ 5 മുട്ടയും നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എടുത്തിട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കണം. ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട. ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 2-3 തണ്ട് മല്ലിയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായതൊരു താളിപ്പാണ്. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിൽ 3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഉള്ളി മൂത്ത് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. മൂത്തതിന് ശേഷം നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ചേർക്കുകയാണ്.
ഈ താളിപ്പ് നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഒഴിക്കുകയാണ്. നല്ലൊരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ റെസിപ്പി ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി ഒരുപാട് സമയം കളയാതെ വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്